ഹായ് ഹലോ. അപ്പൊ ദേ ചക്ക നമുക്കൊന്ന് ശരിയാക്കി എടുത്താലോ. ചക്ക വരട്ടണില്ല കേട്ടോ, ചക്ക വറ്റിച്ചെടുക്കണേ ഉള്ളൂ. അപ്പൊ ഇതിങ്ങനെ വറ്റിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് അട ഉണ്ടാക്കുന്ന സമയത്ത് എടുത്ത് കൂട്ടിയാൽ മതിയല്ലോ. അപ്പൊ ദേ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ആദ്യം ഈ ചക്ക വേവിച്ച് വെച്ചതാണ് കേട്ടോ, ഒരു വേവിക്കൽ കഴിഞ്ഞതാണ് ഈ ചക്കയുടെ. കാരണം ചക്ക വേവിച്ചിട്ട് വറ്റിക്കാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം പൊട്ടിത്തെറിക്കില്ലേ, ആ സംഭവം ഉണ്ടാവില്ല. അല്ലാണ്ട് നമ്മൾ പച്ചയ്ക്കാണ് ഇത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് വെള്ളം വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പൊട്ടാൻ തുടങ്ങും. പിന്നെ ഇളക്കാനൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നും. ഒന്ന് വേവിച്ചിട്ട് ഇത് വറ്റിക്കാനിടണമെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ അത്യാവശ്യം നല്ലോണം ചക്ക ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ശർക്കര പാനി ഒഴിക്കണം കേട്ടോ. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതും നാളികേരത്തിന്റെ പാലൊക്കെ ചേർക്കാം. പക്ഷെ ഞങ്ങൾ ഇപ്പൊ അതൊന്നും ചേർക്കണില്ല, കാരണം ഇത് വെറുതെ ഇങ്ങനെ ശർക്കരയിൽ വറ്റിച്ച് വെക്കുക എന്ന് മാത്രമേ ചെയ്യണുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ആവശ്യം അടയൊക്കെ ചുടുന്ന സമയത്ത് നമുക്ക് ഇത്തിരി ഏലക്കാക്ക പൊടിച്ചിട്ടാൽ മതിയല്ലോ. അപ്പൊ ദേ ഈ ഒരു പരുവം, അതായത് ശരിക്കും ഈ ഇതിൽ നിന്ന് വിട്ട് പോന്ന ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം കേട്ടോ. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒരു പാത്രത്തിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ സേവ് ചെയ്ത് വെക്കാം. കുറച്ച് നാൾ ഇരുന്നോളും അങ്ങനെ. അപ്പതേ ഇത്ര ഉള്ളൂ കേട്ടോ ഇതിന്റെ പാകം. അപ്പതേ ഞങ്ങൾ ഇറക്കാൻ പോവാണ്. അപ്പൊ ഇത്ര ഉള്ളൂ കേട്ടോ. ഇനി ഒരു ദിവസം ചക്കട ഉണ്ടാക്കുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിടാം കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.